ബിഗ് ബോസ് വീട്ടിൽ പവർ ടീം എന്നത് ഇപ്പോൾ ഒരു ശാപമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അധിക ഭാരമായി മാറിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും പവർ ടീമിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് നിലവിലെ പവർ ടീമിലെ പല അംഗങ്ങളുടെയും ആഗ്രഹം. അതിന് കാരണം പവർ ടീമായി മുന്നോട്ട് പോകാൻ കഴിയാത്തതും പലപ്പോഴും പവർ ടീമിൻ്റെ അധികാരങ്ങൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിയാത്തതും തന്നെയാണ്. പവർ ടീമിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് ശ്രീരേഖ എന്ന മത്സരാർത്ഥി തന്നെയാണ്. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം, ഈ പവർ ടീം നിലവിൽ വരാൻ, അല്ലെങ്കിൽ ഈ പവർ ടീമിലെ അംഗങ്ങൾ പവർ ടീം അംഗങ്ങളായി മാറാൻ കാരണം ഈ ശ്രീരേഖ തന്നെയാണ് എന്നതാണ്. അതിനുള്ള കാരണങ്ങൾ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെയാണ്. ആദ്യ ക്യാപ്റ്റൻസി മത്സരം നടക്കുന്ന സമയത്ത് ആദ്യ റൗണ്ടിൽ ഗെയിമിൽ എല്ലാവരും ഒരുമിച്ച് ഔട്ടാകുന്നു. വീണ്ടും അടുത്ത ഗെയിം നടക്കുന്നു. അതിൽ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ശതമാനം മത്സരാർത്ഥികളും പുറത്താകുന്നു. വീണ്ടും മത്സരം നടത്തുമ്പോൾ 4 മത്സരാർത്ഥികൾ മാത്രം ശേഷിക്കുമ്പോൾ ഗെയിമിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗെയിം കളിക്കും എന്ന് പ്രഖ്യാപിച്ച ശ്രീരേഖ മുന്നോട്ട് വന്നെങ്കിലും തനിക്കെതിരെ നിൽക്കുന്ന ടീമിൽ 2 പേർ ഒരുമിച്ച് കളിക്കുന്നത് ശ്രീരേഖ കാണുകയാണ്. ആ സമയത്ത് ശ്രീരേഖയുടെ കയ്യിലുള്ള ബോളുകൾ അർജുൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അർജുൻ ഫസ്റ്റ് ക്യാപ്റ്റനായി മാറുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഫസ്റ്റ് ക്യാപ്റ്റനായി മാറിയ അർജുൻ പവർ ടീം അംഗങ്ങളെ തീരുമാനിക്കുമ്പോൾ തന്നെ ഗെയിമിൽ സഹായിച്ച ഫസ്റ്റ് ക്യാപ്റ്റനായി മാറാൻ തനിക്ക് അവസരം ഒരുക്കിയ ശ്രീരേഖ ഉൾപ്പെടുന്ന ടീമിനെ പവർ ടീമായി മാറ്റിയത്. സത്യത്തിൽ ശ്രീരേഖ അന്നത്തെ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് ആ കിച്ചൺ ടീമിലുള്ള മറ്റംഗങ്ങൾ കൂടി പവർ റൂമിലേക്ക് എത്തിയത്. സത്യത്തിൽ ഇന്ന് പവർ ടീമായി നിൽക്കുന്ന ആ ടീം പവർ ടീമിലേക്ക് എത്താൻ കാരണം സത്യത്തിൽ ശ്രീരേഖ അന്ന് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. ആ ശ്രീരേഖ തന്നെയാണ് ഇന്ന് ആ പവർ ടീമിനെ മടുത്തിട്ട് അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതും. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യുക.